السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്, അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്, ഷമീമെ മദീന അതിൻ്റെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. കമൻറ്റിലൂടെ ഒരുപാട് ആൾക്കാർ സന്തോഷങ്ങൾ പറയുന്നവരുണ്ട്. ദുആയിൽ തന്നെ ചേർക്കണം, ഓർക്കണം എന്ന് പറയുന്നവരുണ്ട്. ഇൽമിനെ സ്നേഹിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു താല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എല്ലാവരുടെയും കഷ്ടപ്പാട് വേജാറുകൾ അള്ളാഹ് സമാധാനം നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പരിശുദ്ധ വെള്ളിയാഴ്ച രാവാണ്, പകലാണ് നമ്മളിലേക്ക് കയറി വരുന്നത്. അതുമല്ല, പരിശുദ്ധ മുഹറം മാസവുമാണ് നമ്മൾ നിലകൊള്ളുന്ന മാസം. പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളുടെയും നേതാവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ എല്ലാ വസ്തുക്കൾക്കും പേടിയാണ്. ഇല്ല സകലൈന്, രണ്ട് വർഗം ഒഴികെ, അത് അൽ ജിന്ന് വൽ ഇൻസ്, മനുഷ്യനും ജിന്ന് വർഗമാണ്. ഖിയാമത്ത് നാള് സംഭവിക്കുമോ എന്നുള്ള ഒരു പേടിയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിനിക്ക് വല്ലാത്തൊരു മഹത്വമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സൂറത്തുൽ അഅറാഫിലെ ഈ ഒരു ആയത്ത്, സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, സൂറത്തുൽ അഅറാഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ 7-ാമത്തെ സൂറത്താണ്. ആ സൂറത്തുൽ അഅറാഫിലെ 10-ാമത്തെ ആയത്ത്, ഈ ഒരു ആയത്ത് ഒരു വെളുത്ത കടലാസിൽ, നല്ലൊരു കടലാസിൽ ബിസ്മി കൂട്ടി, സാധാരണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒറ്റക്ഷരമല്ല, ബിസ്മി ഉള്ളതുപോലെ ബിസ്മി എഴുതാം. എന്നിട്ട് സൂറത്തുൽ അഅറാഫിലെ 10-ാമത്തെ ആയത്ത് ഒരു വെളുത്ത കടലാസിൽ ഒരു വട്ടം മനോഹരമായ നിലക്ക്, നല്ല റാഹത്തായ നിലക്ക് ഒരു വട്ടം ആയത്തിന് എഴുതാം. എന്നാൽ അതിലുള്ള നേട്ടം എന്താണ്? ഈ പരിശുദ്ധമായ ആയത്ത് എഴുതി വെച്ചാൽ വീട്ടിലോ കച്ചവട സ്ഥാപനത്തിലോ കടയിലോ വാഹനത്തിലോ വീട്ടിലോ ഈ ഒരു ആയത്ത് എഴുതി വെച്ചാൽ, മഹാന്മാർ പറയുന്നു, യക്സുറു റിസ്ഖുഹു വൽ ഖൈറു ഫീ ദാലിക്കൽ മകാൻ. എവിടെ വെക്കുന്നു ആ ആയത്തിനെ സൂക്ഷിച്ചിട്ട്, ഭദ്രമായ നിലക്ക് സൂക്ഷിച്ചിട്ട് വെച്ചാൽ ധാരാളം റിസ്ഖ്, ധാരാളം ഖൈർ വർദ്ധിക്കാൻ വേണ്ടി തുടങ്ങും. സാമ്പത്തികമായ വലിയ വർധനവുമുണ്ടാവും, ഒരു ദാരിദ്ര്യവും ഉണ്ടാവൂല. അങ്ങനെ വീട്ടിൽ വെക്ക, അല്ലെങ്കിൽ വാഹനത്തിന് ഭദ്രമായി സൂക്ഷിച്ച് വെക്ക, അല്ലെങ്കിൽ ഒരു കടയിൽ വെക്ക. കടയിൽ നല്ല കച്ചവടമെല്ലാം ഉണ്ടാവും. മഹാന്മാർ പറയുന്നു, അത്രയേറെ ഫൗറുള്ള ഒരു ആയത്താണ് പരിശുദ്ധമായ ഒരു ആയത്ത് ഇത്, സൂറത്തുൽ അഅറാഫിലെ 10-ാമത്തെ ആയത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് എഴുതി വെക്കൽ നല്ലതാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ജുമാ ദിവസം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാനുള്ളത്, ചില സ്ത്രീകൾ അവ്വലുൽ വക്തിൽ നിസ്കരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ? മുത്തുനബി പറഞ്ഞത് അവ്വലുൽ വക്ത്, ആദ്യത്തെ സമയത്തിൽ വക്ത്. അപ്പം ചില സ്ത്രീകൾ ജുമാ ദിവസമാകുമ്പോൾ ജുമാ കഴിയുന്നത് വരെയാണ്, ജുമാ കഴിഞ്ഞതിന് ശേഷമാണ് ളുഹ്ർ നിസ്കരിക്കുന്നത്.
ചിലരുടെ തെറ്റിദ്ധാരണ ജുമാ കഴിഞ്ഞതിന് ശേഷമാണ് ളുഹർ നിസ്കരിക്കേണ്ടത്, അതിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം ചെയ്യാവൂല, ജുമാ കഴിയുന്നത് വരെ കാത്തു നിൽക്കും. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല. ളുഹറിൻ്റെ ബാങ്ക് കൊടുത്താൽ, അതായത് ജുമാൻ്റെ ബാങ്ക് കൊടുത്താൽ ആ ളുഹറിൻ്റെ ബാങ്ക് കൊടുത്ത ഉടനെ എന്താക്കുക, സഹോദരിമാരെ അവ്വലുൽ വക്ത് തന്നെ നിങ്ങൾ എന്താക്കുക, ളുഹർ നിസ്കരിക്കുക. പരിശുദ്ധമായ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ നല്ല ഹുർമത്ത് പാലിച്ച് ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യണം. ഒരുപാട് കഷ്ടപ്പാടുകൾ വേജാറുകൾ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ.